ഞാൻ നീട്ടുന്നില്ല. എന്റെ ഉമ്മ പെങ്ങന്മാരോട് എനിക്ക് വിനയത്തോടെ ഒന്ന് പറയാനുണ്ട്. പെങ്ങളെ, ഈ സമുദായത്തിലെ സഹോദരിമാര് ഇന്ന് തെരുവോരങ്ങളിൽ ഉറഞ്ഞു തുള്ളിയിട്ട് അള്ളാനെ മറക്കുന്നൊരു കാലമാണ്. പർദയുടെ മറവിൽ പോലും അനാശാസ്യതകൾ ചെയ്യുന്ന കാലമാണ്. അള്ളാനെ മറന്നിട്ട് ഓടിച്ചാടി ജീവിക്കല്ലേ മോളെ. എന്തേ നിനക്ക് നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹയെ ചിന്തിക്കാൻ നേരമില്ലേ? ഞാനിവിടെ തൊട്ടടുത്ത് ചെക്കിയാട് വഅദിന് വന്നപ്പോൾ ഒരു കാര്യം എന്റെ സദസ്സിനോട് ചോദിച്ചിരുന്നു. അതാ ഞാൻ അതിന്റെ തലേന്ന് ഖത്തറിൽ സംസാരിക്കുമ്പോഴും ഞാൻ ചോദിച്ചിരുന്നു. നമ്മുടെയൊക്കെ സഹോദരിമാർ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ചെറുപ്പക്കാരികൾ, അവർക്കൊന്ന് സുലഭമായി ടെലിഫോണുണ്ട്, ആരെയും വിളിച്ചു വരുത്താൻ, എവിടേക്കും എത്തിപ്പെടാനുള്ള വാഹനമുണ്ട്, ആരെയും കൊണ്ടുവന്ന് താമസിപ്പിക്കുവാനുള്ള വീടുണ്ട്, എല്ലാ തോന്നിവാസങ്ങളും പരസ്യം ചെയ്യുന്ന ടെലിവിഷനുണ്ട്. ഇതിന്റെ നടുവിൽ ജീവിച്ചിട്ട് ഈ സമുദായത്തിലെ എത്ര പെൺകുട്ടികളാണ് വഴികേടായി പോയത്. കോഴിക്കോട് ജില്ലയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ, ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നോട് പറയുകയാണ്, സ്കൂളിൽ വരുന്ന 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നൊരു CD പിടിച്ചെടുത്തു. ആ CD അങ്ങ് പിടിച്ചെടുത്തപ്പോൾ ഓഫീസിൽ കൊണ്ടുപോയി പരിശോധിച്ചു. വളരെ വൃത്തികെട്ട ചിത്രങ്ങളാണതിൽ. ഇന്നാലില്ലാഹ്. ആ മകളെ വിളിച്ചു ചോദിച്ചു, മോളെ ഇതെവിടെന്ന് കിട്ടിയതാണ്? അത് ഉമ്മാന്റെ തലയിണയുടെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. ഉമ്മാക്ക് എവിടെന്നാണ് ഈ CD ഒക്കെ കിട്ടുന്നത്? അതപ്പുറത്തെ ഏട്ടൻ കൊണ്ട് കൊടുക്കുന്നതാണ്. ഇന്നാലില്ലാഹ്. ഈ കുട്ടിയുടെ മാതാവിനെ സ്കൂളിലേക്ക് വിളിച്ചപ്പോൾ ആ തള്ള പറയാണ്, ഇതെന്റെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞാൽ ഞാനിവിടെ ആത്മഹത്യ ചെയ്തു കളയുമെന്ന്. എവിടെ എത്തിപ്പോയി മോനെ നമ്മുടെ സമുദായത്തിന്റെ സദാചാരബോധം? ഇതുപോലെ എത്രയെത്ര അകത്തളങ്ങളിലാണ് അരുതായ്മകൾ ചീഞ്ഞു നാറുന്നത്. ഞങ്ങൾ സംഘടനയുടെ ഉണർത്ത് ജാഥയുമായി ഒരിക്കൽ എറണാകുളം ജില്ലയിലെത്തിയപ്പോൾ അന്നവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്താണ് അവിടെ? ഞങ്ങളെത്തിയ പ്രദേശമൊന്നും ഞാൻ കൃത്യമായി പേര് പറയുന്നില്ല. അതാ അവിടെ ഒരു വിഷയം നടക്കുകയാണ്. എന്താണ്? അതാ ഒരു ഗൾഫുകാരന്റെ ഭാര്യ അമ്മോശൻ കാക്കയുടെയും അമ്മായി അമ്മയുമുള്ള വീട്ടിൽ താമസിക്കുകയാണ്. അവളുടെ ചില ഇടപെടലുകൾ ഗുരുതരമാണെന്ന് കണ്ട അമ്മോശൻ കാക്ക വിലക്കി, മോളെ ഇങ്ങനെയാകരുതെന്ന്, നല്ല നിലക്ക് ജീവിക്കണമെന്ന് അവളോട് ഉപദേശിച്ചു. തെറ്റിന്റെ വഴിയിൽ പോകരുതെന്ന് അയാള് പറഞ്ഞുകൊടുത്തു. ഇന്നാലില്ലാഹ്. 5 നേരവും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ആ നല്ല മനുഷ്യന്റെ ജനാസ അതാ മേലത്തെ റൂമിൽ നിന്ന് കയറിൽ താഴേക്ക് വീട്ടിന്റെ മുറ്റത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. വിവരമന്വേഷിച്ചു ചെല്ലുമ്പോൾ ഈ മരുമകൾ തല്ലിക്കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ്. എവിടെ എത്തിപ്പോയി ഈ സമുദായത്തിന്റെ സദാചാരബോധം? നമ്മൾ ജാടകളുടെ ലോകത്തല്ലേ ജീവിക്കുന്നത്? നമ്മൾ മോടികളുടെ ലോകത്തല്ലേ ജീവിക്കുന്നത്? വലിയ വീട് പണിയുന്ന തിരക്കിലല്ലേ നമ്മൾ? ഉയർന്ന വാഹനത്തിൽ പാറിച്ചീറുന്ന ചിന്തയിലല്ലേ നമ്മൾ? നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ഗരിമയിലല്ലേ നമ്മൾ? അതേ സമയത്ത് കയ്യിലിരിക്കുന്ന മൊബൈലിൽ, നിങ്ങളുടെ മകന്റെയും മകളുടെയും മൊബൈലിൽ എത്ര അന്യപുരുഷന്മാരുടെ, അന്യ സ്ത്രീകളുടെ ചിത്രമുണ്ട്, നമ്പരുണ്ട്. അവരുടെ സ്വതന്ത്രമായ സമയങ്ങൾ ആരോടൊക്കെയാണ് വ്യവഹാരം നടത്തുന്നത്? പാതിരാത്രി 12 മണിക്ക് അങ്ങാടിയിലെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നുകൊണ്ട് കമന്റ് അടിക്കുന്ന ചെറുപ്പക്കാരന്റെ ഫോണിന്റെ അങ്ങേ തല ഏതോ ഒരു വീട്ടിലെ പ്രൈവറ്റ് റൂമിൽ കിടക്കുന്ന മുസ്ലിം പെണ്ണിന്റെ കീശയിൽ കിടന്ന് ചലിക്കുന്ന മൊബൈലല്ലേ? ഇന്ന് വലിയ വലിയ സൗകര്യങ്ങൾ വന്നപ്പോ നമ്മുടെ ഓരോ മക്കൾക്കും ഓരോ റൂമില്ലേ?
അതിന്റെ അകത്തളങ്ങളിൽ അവരുടെ കയ്യിൽ സ്വതന്ത്രമായ ഇന്റർനെറ്റ് സംവിധാനമില്ലേ? മൊബൈലുകൾ അവര് വ്യാപകമായി ഉപയോഗിക്കുന്നില്ലേ? എവിടെ എത്തിപ്പോയി മോനെ ഈ സമുദായത്തിന്റെ ഗതി? പറയുന്നവരെ പ്രതിക്കൂട്ടിലാക്കുകയല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. അതല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? 3 ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതല്ല. ആരാണ് സ്വർഗത്തിലേക്ക് കടക്കാതിരിക്കുന്ന 3 ആളുകൾ? ആരാണ്? ഹദീസിലൂടെ പറയുകയാണ്, സലാസുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. 3 ആളുകൾക്ക് നരകം ഹറാമാണ്, സ്വർഗം ഹറാമാണ്. 1 മുദ്മിനുൽ ഖംരി, 2 അൽ ആഖ്, മദ്യപാനിയും കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവനും മാതാപിതാക്കളോട് കുരുത്തക്കേട് കാണിക്കുന്നവനും, വദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബസ. 3ാമതായി സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട ആളാരാണ്? ദയ്യൂസ് എന്ന് പറയുന്നയാളാണ്. ആ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാന്മാര് എഴുതിയില്ലേ, അയാളുടെ വീട്ടിൽ തോന്നിവാസങ്ങൾ നടന്നിട്ട് അയാൾക്ക് പരാതിയില്ല. മോള് അന്യന്റെ കൂടെ കറങ്ങിയിട്ട് പരാതിയില്ല. ഭാര്യ അന്യപുരുഷനുമായി തിരിയാൻ പോയിട്ട് പരാതിയില്ല. മക്കള് സിനിമ കാണുന്നതിൽ പരാതിയില്ല. മക്കള് സീരിയൽ കാണുന്നതിൽ പരാതിയില്ല. അങ്ങനെയുള്ളവനാണ്. അതാ എന്നിട്ട് മഹാന്മാര് എഴുതുകയാണ്, ഖാല ശൈഖ് അഹ്മദ് യാർഖാൻ റഹിമഹുല്ലാഹ് തഹത്ത ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇമാം അഹ്മദ് യാർഖാൻ റഹിമഹുല്ലാഹ് എന്ന മുഫസ്സിർ എഴുതുകയാണ്, അദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിൽ ഖബസ. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? വീട്ടിൽ നടക്കുന്ന അനാശാസ്യതകളിൽ പരാതിയില്ലാത്തവനാണ്. ഖാല ബഅദു ശാരിഹീൻ അല്ലാഹിറു അന്നൽ മുറാദ മിനൽ ഖബസി അസ്സിനാ വദവാഇഹി ഐ മൻ ലാ യംനഉ അഹ്ലഹു മിനൽ സിനാ വൽ ഫവാഹിശ് വസ്സുഫൂരി മഅൽ ഖുദ്റതി വലാ യുബാലി ബിഖ്തിലാത്തിഹിന്ന മഅൽ അജാനിബി വഗൈരിഹാ മിനൽ അഅമാലി ദാല്ലത്തി അലാ ഖില്ലത്തിൽ ഹയാഇ ഫഹുവ ദയ്യൂസ്. ആരാണ് ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? മകളോ ഭാര്യയോ അന്യപുരുഷന്മാരുമായി ഇടകലരുന്നതിൽ ഇവന് യാതൊരു പരാതിയില്ല. കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുകയാണ് സ്വന്തം ഭാര്യയോട്, അഥവാ എന്റെ കൂട്ടുകാരൻ എന്റെ ഭാര്യയോട് സംസാരിക്കുന്നതിൽ, അന്യപുരുഷന്മാരോട് ഇടവലരുന്നതിൽ, അതുപോലെ നമ്മുടെ പെൺമക്കൾ പോയി അന്യപുരുഷന്മാരോട് ഇടകലരുന്നതിൽ പരാതിയില്ലാത്തവനാണ് ദയ്യൂസ്. ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. അവർക്ക് സ്വർഗം ഹറാമാ.